പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക ചില താൽപ്പര്യങ്ങൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് അമേരിക്ക കടന്നുപോകുന്നത്. 1,00,000 കോടിയിലധികം ഡോളർ ഇതിനോടകം തന്നെ അമേരിക്കയിൽ നിന്ന് യുദ്ധച്ചെലവ് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് അമേരിക്ക പിന്നാക്കം പോകുവാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ഇറാനെതിരെ യുദ്ധം തുടങ്ങിയതിന് പിന്നാലെ അമേരിക്കയിലടക്കം ക്രൂഡ് ഓയിൽ ക്ഷാമം രൂക്ഷമാകുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇതോടെയാണ് യുദ്ധത്തിൽ നിന്ന് പിന്നാക്കം പോകുവാനുള്ള നീക്കം അമേരിക്കയിൽ നിന്നുണ്ടാകുന്നത്. എന്നാൽ ഇസ്രയേൽ പക്ഷേ ഈ ഡീലിനോട് സമ്മതം പറഞ്ഞിട്ടില്ല. അമേരിക്കയുടെ സൈനിക ശക്തിയിൽ വിശ്വസിച്ചാണ് ഇസ്രയേൽ യുദ്ധത്തിനിറങ്ങിയത്. പെട്ടെന്ന് അമേരിക്ക പിന്തിരിയുന്ന സാഹചര്യമുണ്ടായാൽ അത് ഇസ്രയേലിന് കനത്ത തിരിച്ചടി സമ്മാനിക്കുമെന്നത് ഉറപ്പാണ്. അതേസമയം യുദ്ധം അവസാനിപ്പിക്കാൻ സജ്ജരാണെന്നറിയിച്ച ഇറാൻ 6 കടുത്ത നിബന്ധനകൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഈ നിബന്ധനകൾ അനുസരിക്കുകയാണെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങളില്ലാതെ അമേരിക്കയെ വെറുതെ വിടാമെന്ന് ഇറാൻ സമ്മതിക്കുന്നുണ്ട്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ മുതിർന്ന ഉപദേഷ്ടാവ് അലി അക്ബർ വെലായത്തെയാണ് ഈ നിബന്ധനകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ നിന്നുള്ള അമേരിക്കയുടെ പൂർണ്ണമായ പിന്മാറ്റമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധന എന്ന് പറയാം. ഈജിപ്ത്, ഖത്തർ, തുർക്കി, ജോർദാൻ എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്ത ചർച്ചയിലാണ് ഇറാൻ തങ്ങളുടെ പുതിയ നയം വ്യക്തമാക്കിയത്. മേഖലയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താനാണ് ഇറാന്റെ ഈ എൻഡ് ഗെയിം പ്ലാൻ എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വെറുമൊരു വെടിനിർത്തലിന് പകരം മേഖലയുടെ രാഷ്ട്രീയ ഘടന തന്നെ പുനർനിർമ്മിക്കണമെന്ന കടുത്ത നിലപാടിലാണ് ഇറാൻ എത്തി നിൽക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇറാൻ 6 കടുത്ത നിബന്ധനകൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അമേരിക്കൻ സൈനിക താവളങ്ങൾ അടച്ചുപൂട്ടണം എന്നതാണ് സുപ്രധാന നിബന്ധന. പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളിലുള്ള എല്ലാ അമേരിക്കൻ സൈനിക താവളങ്ങളും ഉടൻ നിർത്തലാക്കുകയും സൈന്യം പൂർണ്ണമായി പിന്മാറണമെന്നും മേഖലയിലെ അസ്ഥിരതയുടെ പ്രധാന കാരണം അമേരിക്കയുടെ നേരിട്ടുള്ള സൈനിക സാന്നിധ്യമാണെന്നും ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. യുദ്ധനഷ്ടപരിഹാരം നൽകണമെന്നാണ് മറ്റൊരാവശ്യം. ഇസ്രയേൽ അമേരിക്കൻ സഖ്യത്തിന്റെ ആക്രമണത്തിൽ ഇറാന്റെ അടിയന്തര സൗകര്യങ്ങൾക്കും പൊതുമുതലിനും സംഭവിച്ച എല്ലാ നാശനഷ്ടങ്ങൾക്കും കൃത്യമായ സാമ്പത്തിക നഷ്ടപരിഹാരം നൽകിയാൽ യുദ്ധം അവസാനിപ്പിക്കുന്ന കാര്യം ആലോചിക്കാമെന്നും അറിയിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്തു പാതയായ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിലും സുരക്ഷയിലും പുതിയ അന്താരാഷ്ട്ര നിയമക്രമം കൊണ്ടുവരണമെന്നും ഇതിൽ ഇറാന്റെ പരമാധികാരത്തിന് മുൻഗണന നൽകണമെന്നുമാണ് മറ്റൊരു നിബന്ധന. പലസ്തീനിൽ മാത്രമല്ല, ലെബനൻ, യമൻ, ഇറാഖ്, സിറിയ തുടങ്ങിയ മേഖലയിലെ എല്ലാ പോരാട്ട ഭൂമികളിലും ഇസ്രയേലും അമേരിക്കയും ആക്രമണങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഭാവിയിൽ ഇറാന്റെ പരമാധികാരത്തിന് മേലോ മറ്റ് പ്രാദേശിക സഖ്യകക്ഷികൾക്ക് മേലെയോ ഇത്തരം സൈനിക നീക്കങ്ങൾ ഉണ്ടാവില്ലെന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഉറപ്പുകൾ നൽകണമെന്നും നിബന്ധനയിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇറാന്റെ സുരക്ഷയെയും സമാധാനത്തെയും തകർക്കാൻ വ്യാജ വാർത്തകളും പ്രൊപ്പഗണ്ടകളും പ്രചരിപ്പിക്കുന്ന വിദേശ മാധ്യമങ്ങൾക്കും വ്യക്തികൾക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും അവരെ ഇറാന് വിട്ടുനൽകുകയും വേണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്. ഈ 6 ആവശ്യങ്ങളാണ് ഇറാൻ അമേരിക്കയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യുദ്ധഭൂമിയിൽ തങ്ങൾക്കുള്ള മേൽക്കൈ ഉപയോഗിച്ച് സമാധാന ചർച്ചകളിൽ നിബന്ധനകൾ നിശ്ചയിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ഇറാന്റെ പക്കലുള്ള അത്യാധുനിക മിസൈലുകൾ ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്തതായും മേഖലയിലെ വ്യോമാതിർത്തിയിൽ തങ്ങൾക്ക് പൂർണ്ണ നിയന്ത്രണമുണ്ടെന്നും ഇറാൻ ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നുണ്ട്. ഇറാന്റെ ഈ നീക്കം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്.